പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് സൗദി അറേബ്യൻ ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ തന്ത്രപ്രധാനമായ സൗകര്യങ്ങൾക്ക് നേരെ യമനിലെ ഹൂതി വിമതരുടെ ശക്തമായ ഡ്രോൺ ആക്രമണം. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ അരാംകോയുടെ സൗകര്യങ്ങൾക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. ആഗോള ഊർജ്ജ മേഖലയുടെ നട്ടെല്ലായ സൗദി എണ്ണ ശൃംഖലയെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന ഈ തുടർച്ചയായ ആക്രമണങ്ങൾ മേഖലയിലെ താൽക്കാലിക സമാധാന കരാറുകൾ തകരുന്നതിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. 2 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അരാംകോയുടെ കേന്ദ്രത്തെ തകർത്തതെന്ന് യമനിലെ ഹൂതി വൃത്തങ്ങൾ അവകാശപ്പെട്ടു. തുടക്കത്തിൽ അതിർത്തി നഗരമായ നജ്റാനിലെ ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നെങ്കിലും പിന്നീട് സൗദിയിലെ ജാസാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നതെന്ന് ഹൂതി അനുകൂല മാധ്യമങ്ങൾ തിരുത്തി വ്യക്തമാക്കി. ബ്ലൂംബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഒരു എണ്ണ സംഭരണ ടാങ്കിന് ആക്രമണത്തിൽ നിസ്സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അപകടത്തിൽ ആളപായമോ മറ്റ് ഗുരുതരമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ സൗദി ഭരണകൂടമോ അരാംകോ അധികൃതരോ ഇതുവരെ ഔദ്യോഗികമായി പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും സുരക്ഷാ ഏജൻസികൾ പ്രദേശം പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണ്. മേഖലയിലെ സമാധാനാന്തരീക്ഷം കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഹൂതികളും സൗദി സഖ്യസേനയും തമ്മിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ ധാരണകൾ പൂർണ്ണമായും ലംഘിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ സൗദിയുടെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്കുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് ഹൂതികളുടെ തന്ത്രം. യമനിലെ ദീർഘകാല സായുധ പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദുവായി സൗദി അരാംകോ മാറുന്നത് ഇതാദ്യമല്ല. 2019 അരാംകോയുടെ അബ്ഖൈഖ്, ഖുറൈസ് എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന വൻ ആക്രമണം ആഗോള എണ്ണയുൽപാദനത്തിന്റെ പകുതിയോളമാണ് മണിക്കൂറുകൾ കൊണ്ട് നിശ്ചലമാക്കിയത്. മേഖലയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾ കൈവരിച്ച സൈനിക സാങ്കേതിക പുരോഗതിയുടെ പ്രതിഫലനമാണ് ഇത്തരം കൃത്യതയുള്ള ആക്രമണങ്ങൾ. റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തന്ത്രപ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ ഹൂതികളുടെ ആയുധശേഖരത്തിൽ വർദ്ധിച്ചു വരുന്നത് സൗദി അറേബ്യയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന വിഷൻ 2030 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും ഈ ആക്രമണം തിരിച്ചടിയാണ്. വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കാനും സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനും സൗദി ശ്രമിക്കുമ്പോൾ രാജ്യത്തെ പ്രധാന വരുമാന മാർഗമായ എണ്ണ സൗകര്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഭീഷണികൾ വിദേശ നിക്ഷേപകരിൽ വലിയ ആശങ്കയുണ്ടാക്കും. ആഗോള എണ്ണ വിപണി ഈ സംഭവങ്ങളെ വളരെ ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില വർധനവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും നിലനിൽക്കുന്ന സമയത്ത് അരാംകോയ്ക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാകും. ഹൂതി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൗദി അറേബ്യ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതലും ശക്തമാക്കിയിട്ടുണ്ട്. പേട്രിയറ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള അത്യാധുനിക അമേരിക്കൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരവധി ഡ്രോണുകളും മിസൈലുകളും സൗദി സൈന്യം തകർക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഹൂതി ഡ്രോണുകൾ പ്രതിരോധ കവചങ്ങൾ ഭേദിക്കുന്നത് പൂർണ്ണമായും തടയാൻ സാധിക്കുന്നില്ല. ഈ പ്രദേശത്തെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും കടൽപാത സുരക്ഷയ്ക്കും ഈ ആക്രമണങ്ങൾ കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ചെങ്കടൽ, ബാബൽ മന്ദേബ് കടലെടുക്ക് എന്നീ തന്ത്രപ്രധാന മേഖലകളിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അനുബന്ധമായാണ് സൗദി കരഭാഗത്തെ എണ്ണ ശൃംഖലകളെയും അവർ ലക്ഷ്യമിടുന്നത്. യുദ്ധം അവസാനിച്ചു എന്ന കണക്കുകൂട്ടലിലായിരുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ ഈ പുതിയ സംഭവത്തോടെ കൂടുതൽ ജാഗ്രതയിലാണ്. യമൻ വിഷയത്തിൽ UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയ സമാധാന ശ്രമങ്ങൾ ഇതോടെ പാടെ തകിടം മറിഞ്ഞു. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ഹൂതികളുടെ ആക്രമണത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. സൗദി അറേബ്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റവും ആഗോള ഊർജ്ജ സന്തുലിതാവസ്ഥ തകർക്കാനുള്ള നീക്കവുമാണ് ഇതെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. എങ്കിലും പ്രാദേശികമായി ഹൂതികൾ കൈവരിക്കുന്ന മേൽക്കോയ്മ തടയാൻ നയതന്ത്ര സമ്മർദ്ദങ്ങൾ മതിയാകുന്നില്ല. യമൻ ജനതയെ ബാധിച്ച രൂക്ഷമായ മാനുഷിക പ്രതിസന്ധിയും ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട്. വർഷങ്ങളായി തുടരുന്ന യുദ്ധവും ഉപരോധങ്ങളും കാരണം വലയുന്ന യമനിൽ ഹൂതികൾ തങ്ങളുടെ രാഷ്ട്രീയ ശക്തി തെളിയിക്കാനാണ് സൗദി അറേബ്യൻ സാമ്പത്തിക കേന്ദ്രങ്ങളെ ആവർത്തിച്ച് ലക്ഷ്യമിടുന്നത്. ഇറാനും പാശ്ചാത്യ ലോകവും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ഈ ആക്രമണം.
മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കാനും പാശ്ചാത്യ ഉപരോധങ്ങളെ പ്രതിരോധിക്കാനും ഇറാൻ ഹൂതികളെ ഒരു നിഴൽ സേനയായി ഉപയോഗിക്കുന്നുവെന്നാണ് അമേരിക്കയും ഇസ്രയേലും ആരോപിക്കുന്നത്. സൗദി അരാംകോയ്ക്ക് നേരെ നടന്ന ഈ പുതിയ ഡ്രോൺ ആക്രമണം പശ്ചിമേഷ്യ വീണ്ടും ഒരു ദീർഘകാല സായുധ പോരാട്ടത്തിന്റെ അരികിലെത്തിച്ചിരിക്കുകയാണ്. ജാസാൻ റിഫൈനറിക്ക് നേരെയുണ്ടായ ഈ നീക്കം സൗദിയുടെ പ്രതിരോധ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമാക്കും. വരും ദിവസങ്ങളിൽ സൗദി സഖ്യസേനയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത് മേഖലയിലെ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കും.